നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഓരോന്നും അതിൻ്റെ അർത്ഥം രൂപപ്പെടുത്തിക്കൊണ്ടാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയത്തിലൂടെ കടന്നു വരുന്ന ഓരോ ഇൻഫർമേഷൻസും തമ്മിൽ റിലേറ്റ് ചെയ്ത് തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരർത്ഥം രൂപപ്പെടുമ്പോഴാണ് അത് നമ്മുടെ ബ്രെയിനിലെ സ്റ്റോറേജിലേക്ക് ചെന്നെത്തുന്നത്. ഒരർത്ഥം ഉണ്ടാക്കുവാനായി കഴിയാത്ത ഏതൊരു കാര്യവും നമ്മുടെ ബ്രെയിൻ റിജക്റ്റ് ചെയ്യും, അത് സ്റ്റോർ ചെയ്യത്തില്ല. അത് ജസ്റ്റ് നമ്മൾ ഈ മലയാളത്തിൽ പറയുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ട് അപ്പുറത്തെ ചെവിയിലൂടെ കളയുന്നത് പോലെ അതങ്ങ് വാനിഷായി പോകും. ഇന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെയും ശാലോം മനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും മിക്കപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി കൊടുക്കുക എന്നത്. എന്നാൽ ഈ ഒരു അവസരം ദൈവനാമത്തിന് വേണ്ടി ചെലവിടുക അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും കിട്ടുന്ന ഓരോ അവസരങ്ങളല്ല. ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി ചെയ്യുക എന്നത് ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളാണ്. ആ അവസരങ്ങളെ തക്ക സമയത്ത് യൂട്ടിലൈസ് ചെയ്യുന്നവർക്കാണ് ദൈവം വലിയൊരു പ്രതിഫലത്തെ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും സിസ്റ്ററെ, നമ്മൾ ഈ എല്ലാവർക്കും ഒരു മോശയാകാനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു അഹരോനാകാനോ എല്ലാവർക്കും ഒരു മിരിയാമാകാനോ ഒക്കെ അവസരം കിട്ടത്തില്ല. ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നവരാ അല്ലേ? ഈ കോടിക്കണക്കിന് ജനങ്ങൾ, അത് കോടാകോടി ജനങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ തലമുറകളിലൊക്കെ കൂടെ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ എല്ലാവരും ദൈവത്തിനായിട്ട് നൽകുവാൻ, ദൈവത്തിനായിട്ട് പ്രയോജനപ്പെടുവാൻ അവസരം കിട്ടിയവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞതിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഭാഗമായി നിൽക്കും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കാനൊക്കെ പലവിധമുള്ള പലതരത്തിലുള്ള അവസരങ്ങളുണ്ട്. അതിപ്പോൾ പ്രസംഗിക്കാൻ പാടുക എന്നുള്ളത് മാത്രമല്ല, പല വിധത്തിൽ അത് നമുക്ക് എന്താണ് ഇന്നത്തെ മെസ്സേജിലൂടെ കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഈ മോശ അഹരോനൊക്കെ ഇപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും കൂടെ പോയിട്ട് മെസ്സേജിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മോശയുടെ ജീവിതത്തിലും ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ലീഡർഷിപ്പ് നൽകിക്കൊണ്ട്, ഒരു ലീഡർഷിപ്പ് പദവി നൽകിക്കൊണ്ട് തൻ്റെ കൂടെ അനേകം വ്യക്തികളുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് മഞ്ഞയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മരുഭൂമിയിൽ ഒരു ദിവസം ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് ദാഹിക്കാൻ തുടങ്ങിയപ്പോൾ അവരൊരു ജലസ്രോതസ് കണ്ടു. പക്ഷേ അവരത് രുചിച്ചപ്പോൾ ഭയങ്കരമായ കയ്പായിരുന്നു. നമ്മളതിനെ മാറാന്ന് വിളിക്കാറുണ്ട് ആ വെള്ളത്തിനെ. നമ്മൾ പല പാട്ടുകൾ, മാറിയ മധുരമാക്കുന്ന ദൈവം എന്നൊക്കെ അർത്ഥം വന്നാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് പഴയ ഗാനങ്ങൾ പാടുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ മാറയുടെ അടുത്തെത്തിയപ്പോൾ മോശയോട് ഇവരെല്ലാവരും പിന്നെ മോശയെ ഒരുമാതിരിയായിട്ട് ഇങ്ങനെ റാഗ് ചെയ്യുന്നത് പോലെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ദാഹിക്കുന്നു, ഞങ്ങളിനി എന്ത് കുടിക്കും, ഇത് കുടിക്കാൻ പറ്റുമോ, ഇനി എന്ത് ചെയ്യും, ഞങ്ങൾ എന്തിനാണ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞ് ഭയങ്കര പോരായിരുന്നു. അപ്പം മോശ എന്ത് ചെയ്യുമെന്നറിയാം? മോശ ദൈവത്തോട് അപേക്ഷിച്ചു എന്ത് ചെയ്യണമെന്ന്. ഇവിടെ വെള്ളം ഇവർക്ക് ദാഹിക്കുന്നുണ്ട്, ഇപ്പോൾ ഇവർക്ക് ദാഹം മാറ്റുവാൻ വെള്ളം കൊടുക്കണം. എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ കർത്താവ് അവിടെ ചെയ്തത് ആക്ച്വലി ഒരു പഞ്ചസാരയുടെ കലവറ നിറച്ചൊരു കണ്ടെയ്നർ ലോറിയിൽ ആ മരുഭൂമിയിലൂടെ ഇങ്ങനെ മരുഭൂമിയൊക്കെ നേരെയാക്കി വെടുപ്പാക്കി വരുന്ന കാഴ്ചയൊന്നും അല്ല കാണിച്ചത്. അവിടെ കർത്താവ് കാണിച്ചു കൊടുത്തത് ഒരു മരത്തെയായിരുന്നു. ആ മരത്തെ കാണിച്ചു കൊടുത്ത് എന്ത് ചെയ്യണമെന്നും അവിടെ പുറപ്പാട് പുസ്തകം നമ്മൾ 15-ാം അധ്യായം 24-25 വാക്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല. അവിടെ മരം കാണിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മോശയ്ക്ക് വേണമെങ്കിൽ മാനുഷികമായിട്ട് ചിന്തിക്കാമായിരുന്നു അല്ലേ? ചിലപ്പോൾ ചിന്തിക്കാമായിരുന്നു, ഈ മരം എന്തിനാണ്, ചിലപ്പം എന്തെങ്കിലും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതെ, എന്തായാലും ഇവർ ദാഹിക്കുക, നമുക്ക് വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ശരീരത്തിലെ 70% വെള്ളം അല്ലേ? ശരീരത്തിലാണോ ബ്രെയിനിലാണോ എന്തോ ആയിക്കോട്ടെ, അതെ നമുക്കത് പിന്നെ അത് കൺഫേം ചെയ്യാം. എന്തായാലും 70 ഏറ്റവും കൂടുതൽ ശതമാനം വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ആ വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ബ്ലഡിൽ തന്നെയും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആ പ്ലാസ്മ ഉണ്ടാകുന്നതും വെള്ളത്തിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ്. അപ്പോൾ വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ മരം കാണിച്ചപ്പോൾ വേണമെങ്കിൽ മോശയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്നു, ഇതോടെ ജീവിതം അവസാനിപ്പിക്കാനാണ് ദൈവം ഹിതം, ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരും കൂടെ ആ മരത്തിൽ പതുക്കെ ഓരോ കയറെടുത്ത് തൂങ്ങിച്ചാവുന്നത് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നു. പക്ഷേ മോശയുടെ ചിന്ത ദൈവത്തിൻ്റെതായിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ നയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നയത്തിൻ്റെ അണ്ടറിൽ പോകുന്ന ഒന്നായതുകൊണ്ട് മോശയ്ക്ക് അത് നന്നായി തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒരു അർത്ഥം അതിൽ കണ്ടുപിടിക്കാൻ പറ്റി. മാനുഷികമായി ചിന്തിക്കുമ്പോൾ അതിനൊരർത്ഥമില്ല. എനിക്ക് തോന്നുന്നു മോശയുടെ കൂടെ നടന്ന ഒത്തിരി പേര് കാണുമല്ലോ, അപ്പൊ അവരൊക്കെ ചിന്തിച്ചാണ് ഈ മോശ മരം മുറിക്കുമ്പോഴെല്ലാം കൂടെ കളിക്കുന്നുണ്ടാവും. അതെ, മരം മുറിക്കാൻ പറഞ്ഞു. മോശ ഇത് മരം മുറിക്കാൻ പറഞ്ഞു. എന്തായാലും മോശയ്ക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ. സ്നേഹ സിസ്റ്റർ പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് ചെയ്യാൻ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഒന്നാമതേ പെറുപെറുപ്പിൻ്റെ
വളരെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവിടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവർ പലരും പറയും ഇവിടെ ഒന്നാതെ ദാഹത്തിന് വെള്ളം ഇല്ല, അതിന് പറഞ്ഞ് വീണ്ടും വിയർപ്പിക്കുക, മനുഷ്യരായിട്ട് വിയർപ്പിക്കുക, തടിയെറുക്കാനും മരം മുറിക്കാനും മരം എടുക്കാനും ശരീരത്തിലുള്ള വെള്ളമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ അവിടെ മോശ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ലീഡർ ആയതുകൊണ്ട് അവന് ദൈവം പറഞ്ഞത് അർത്ഥമുള്ളതായിട്ട് മനസ്സിലാക്കുവാനേ കഴിഞ്ഞു. ആ മരം ആ മാറയിലിട്ടപ്പോൾ അത് മധുരമുള്ള വെള്ളമായി മാറിയെങ്കിൽ ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം പറയുന്നതൊന്നും വ്യർത്ഥമാകത്തില്ല. നമ്മൾക്ക് അർത്ഥവത്തല്ലാത്തതായി തോന്നിയാലും ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ദൈവം നമ്മളോട് പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും അർത്ഥമുള്ളതാണ്. ഇന്നത്തെ മെസ്സേജിലൂടെ നമുക്കത് കൂടുതലായിട്ടല്ലേ അറിയാൻ പറ്റും. അതിനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരും ശ്രദ്ധ ഷാലോം സെൻറ്ററിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത ഒരു മെസ്സേജാണ്, നമുക്കത് കേൾക്കാം. നമ്മൾ ദൈവത്തിനായിട്ടൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ ദൈവം ചെയ്യേണ്ട രീതിയിൽ നമ്മൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതിൻ്റെ എൻ്റെ വളരെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഞങ്ങൾക്ക് കഴിയാത്ത ചെയ്യുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമേ, ഇന്ന് ലോകത്തിൻ്റെ ഭാരം ദൈവമക്കളായ ഞങ്ങളുടെ ഓരോരുത്തരും ചുമലിൽ വെച്ചിരിക്കുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ച് കർത്താവ്, ഇന്ന് ഞങ്ങൾ കരമുയർത്തി സ്വർഗത്തിലെ പിതാവിനെ വിളിക്കുമ്പോൾ ഇന്ന് ദൈവം ഈ ഭാരം എടുത്തു കളയുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ എന്നാണെന്ന് ലോകം മനസ്സിലാക്കത്തില്ല. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം വലുത്, നീ തിരിച്ചു പോകുമ്പോൾ നിന്റെ ബാല്യക്കാരൻ സൗഖ്യമായിരിക്കും നിനക്ക് കാണുവാനേ കഴിയും. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒരുമിച്ച് നമുക്ക് വായിക്കാം. എപ്പോഴും പറയുന്ന കാര്യമാണ്, പക്ഷേ എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണ ചിലപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മറപ്പിച്ച് കളയും. നമ്മൾ വിചാരിക്കും ചെറുതെന്ന്, പക്ഷെ വലിയ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എൻ്റെ ശബ്ദത്തിൽ നിങ്ങളുടെ ചെവിയിലേക്ക് വീണ്ടും ആ സിഗ്നൽസിനെ കേൾപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും കയറ്റി, അടുത്ത് വീണ്ടും ഈ ആഴ്ചയും എൻ്റെ ശബ്ദ തരംഗങ്ങൾ, ആ വാക്കുകൾ വീണ്ടും ഇതൊക്കെ ഏറ്റവും പോവാണ്. വചനം വായിക്കുന്നതിലൂടെ നമുക്ക് അനുഗ്രഹം മാത്രമുള്ള ഒരു ദോഷം വരത്തില്ല. വായിക്കാതെ ഇരിക്കുമ്പോൾ അനുഭവിക്കാനേ കഴിയാത്ത ചിലതൊക്കെ അനുഭവിക്കാനേ കഴിയുന്നത്, അത് യാഥാർത്ഥ്യവും വാസ്തവവുമാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. മർക്കോസ് അതിൻ്റെ 14-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയുടെ പുളപ്പില്ലാത്ത അപ്പത്തിൻ്റെയും ഉത്സവമായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഇവനെ ഉപായത്താൽ പിടിച്ചു കൊല്ലേണ്ടതിന് അങ്ങനെ എന്ന് അന്വേഷിച്ചു. ജനത്തിൻ്റെ കലഹം ഉണ്ടാകാതിരിപ്പാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവൻ പറഞ്ഞു. അവൻ ബഥാനിയയിൽ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ, നമ്മൾ ആദ്യമൊന്നും വായിച്ച കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി വായിച്ചത്. അടുത്ത 3-ാം വാക്യം നമ്മുടെ വാക്യത്തിലേക്ക് എത്തി. അവൻ ബഥാനിയയിൽ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിലൊഴിച്ചു. അവിടെ ചിലർ തൈലത്തിൻ്റെ ഈ വെറും ചിലവ് എന്തിന്, ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ടു അവളെ ഭർഷിച്ചു. എന്നാൽ യേശു, ഇവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെയുണ്ടല്ലോ, ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കയില്ല. അവൾ തന്നാലാപത് ചെയ്ത് കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കത്തൊടുത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. 9-ാം വാക്യം വളരെ ശരിയല്ലേ? ഒരിക്കലും വായിക്കാം. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇത് കർത്താവ് യേശു തൻ്റെ ശിഷ്യന്മാരോട് അവിടെ ഇരുന്ന വ്യക്തികളോടൊക്കെ പറഞ്ഞ കാര്യമാണ്. ദൈവം പറഞ്ഞത് വ്യർത്ഥമായോ? ദൈവം പറഞ്ഞത് വെറുതെ പോയോ? ഇല്ല, അത് അവിടെ സംഭവിച്ചു. അതാണ് നമ്മൾ പറയുന്നത് എപ്പോഴും, വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ വാക്ക് മാറത്തില്ല എന്ന് പറയും. അതുപോലെ തന്നെ ദൈവം അന്ന് പെട്ടെന്നൊരു കാര്യം പറഞ്ഞെങ്കിൽ, പ്രാർത്ഥിച്ച് ഒരുങ്ങിയല്ലെങ്കിലും നമ്മുടെ ദൈവം സർവശക്തനായതുകൊണ്ട് അവനൊരു കാര്യം പറഞ്ഞെങ്കിൽ അത് ഇന്നിവിടെ സംഭവിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മളിവിടെ വായിച്ചു ബഥാനിയയിലെ കുഷ്ഠരോഗി. കുഷ്ഠരോഗം എന്ന് പറയുമ്പോൾ ശപിക്കപ്പെട്ട രോഗം അല്ലേ? ഈ കുഷ്ഠമുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പാടില്ല, അവർക്ക് മറ്റുള്ളവർക്ക് സമ്പർക്കം പാടില്ല.
ഇന്ന് നമ്മൾ COVID-19 കാരണം മറ്റുള്ളവരുമായിട്ട് കൂടുതൽ അടുക്കാതെ 6 feet ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് പോലെ തന്നെ അന്ന് കാലത്തും കുഷ്ഠരോഗികളുമായിട്ട് ആരും സമ്പർക്കം പുലർത്തിയിരുന്നില്ല. അവരെ ഒരു പ്രത്യേകമായിട്ട് സ്ഥലത്ത് പാർപ്പിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഇരിക്കുന്ന ഒരുവൻ്റെ വീട്ടിൽ പന്തി അറേഞ്ച് ചെയ്യോ? ഒരു കുഷ്ഠരോഗി, അവിടെ എഴുതിയിട്ടില്ല എങ്കിലും എൻ്റെ ഒരു ചിന്ത ഞാനൊന്ന് പറയാം. അപ്രകാരം ഒരു ശപിക്കപ്പെട്ട രോഗമുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരു പാർട്ടി ഇതുപോലെ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്നും എല്ലാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 2 ആഴ്ച പുറത്തിറങ്ങേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ അന്നും. പക്ഷെ അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത്, അവിടെ എഴുതിയിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്ന് പറയുമ്പോൾ അവൻ്റെ കുഷ്ഠം ദൈവം സൗഖ്യമാക്കി കാണാം. അതിൻ്റെ ഒരു നന്ദിയാർത്ഥമാണ് അവൻ യേശുവിനെ അവൻ്റെ വീട്ടിലേക്ക്, ബഥാനിയയിലെ കുഷ്ഠരോഗിയുടെ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിക്കുന്നത് അല്ലേ? പക്ഷെ നോക്കിക്കോണേ, ദൈവം മാറ്റിയിട്ടും, ദൈവം അവൻ്റെ രോഗത്തെ മാറ്റിയിട്ടും ലോകം പിന്നെയും അവനെ ആ ഒരു പേരിൽ നോക്കണം. നമ്മുടെ ഒരു സ്വഭാവമായി മദ്യപാനം നിർത്തിയാലും നമ്മുടെ അടുത്തുള്ളൊരു വ്യക്തി നന്നായാലും നമ്മൾ അവരുടെ പഴയ പേരെ വിളിക്കത്തുള്ളൂ അല്ലേ? എന്തു കഷ്ടം നോക്കണേ. ഇത് തന്നെ എവിടെ നമുക്ക് കാണുന്നത്. അവൻ്റെ കുഷ്ഠം എനിക്കൊന്നും ദൈവം സൗഖ്യമാക്കി കാണും. സൗഖ്യമായില്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു പാർട്ടി നടത്താൻ പറ്റത്തില്ല. മാത്രമല്ല ഇങ്ങനെ ഒരു വേർഡ്സ് അവിടെ വരത്തില്ല, അവൻ്റെ പേരെ അവിടെ വരത്തില്ല, അവനെ ആരും അറിയത്തില്ല, അവൻ്റെ നെയിം റിവീൽ ചെയ്യത്തിലൊന്നും അറിയത്തില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ശരിയാണെങ്കിൽ അവൻ കുഷ്ഠം മാറി. പക്ഷേ എങ്കിലും ലോകം വീണ്ടും, മനുഷ്യരുടെ സ്വഭാവം ദൈവം മാറ്റിയതിനെ വീണ്ടും ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ കുഷ്ഠരോഗം ബാധിച്ച ബഥാനിയയിലെ ഒരു വ്യക്തി. പക്ഷേ അത് മാറണം. വീണ്ടും നമ്മുടെ വിഷയം അതല്ല, ഇന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അവിടെ നമ്മുടെ ഇന്നത്തെ വിഷയം എന്നത് അവിടെ നല്ലൊരു ഭരണിയിൽ, വെങ്കൽ ഭരണി എന്ന് എഴുതി, വെങ്കൽ ഭരണിയിൽ സ്വച്ഛ ജഡമാംസ തൈലം കൊണ്ടൊഴിച്ച സ്ത്രീയെ പറ്റിയ. നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ അതിനർത്ഥമില്ലാത്ത കാര്യമല്ലേ? അത് തന്നെ അവിടെ ശിഷ്യന്മാരും പറഞ്ഞു, ഇവളെന്ത് ചെയ്യുക, ഇവളെന്തിനാ ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്? അവിടെ നല്ലൊരു ഫ്രേസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വെറും ചിലവ് എന്തിന്? ഈ വെറും ചിലവ് എന്തിന്? വെറും അതായത് സാധാരണ ചിലവെന്ന് പറയുന്നില്ല, വെറും ചിലവ്. ചിലവെന്ന് പറയുന്നില്ല, വെറും ചിലവ്. അത്രത്തോളം ആർക്കും അവിടെ പിടിച്ചില്ല. കാരണം അവരവിടെ പറയുക, ഈ തൈലം കൊണ്ട് വല്ല പാവപ്പെട്ടവർക്കും കൊടുത്തിരുന്നെങ്കിൽ അവർക്കൊരു വീട് വെക്കാമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യായിരുന്നു. ചുമ്മാ എന്തിനാ ഇങ്ങനെ ഒഴിച്ചു കളയുന്നത്? പള്ളിക്കെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആലയത്തിനെന്ന് പറഞ്ഞ്, ദൈവനാമഹത്വത്തിനെന്ന് പറഞ്ഞ് എന്തിനാ ചുമ്മാ ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്? ശിഷ്യന്മാർ തന്നെ പലരും പറഞ്ഞു. കാരണം കർത്താവ് തന്നെയും പഠിപ്പിച്ചത് ദരിദ്രന്മാരെ സഹായിക്കണമെന്നാണ്, നമുക്കുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക, പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? പക്ഷേ അവിടെ യേശു ചെയ്തത് അവിടെ അവരെ ഓരോരുത്തരും ഭത്സിച്ചു. ഇത് നമുക്ക് പലതും ഇതുപോലെയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരർത്ഥം ഉണ്ടാകുന്നില്ലായിരിക്കാം. നിങ്ങൾക്കറിയാമോ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ അർത്ഥവത്തായ രീതിയിൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യേശു കണ്ണുനീർ വാർത്തുക എന്ന് പറയുമ്പോൾ യാ ഷാ ഊ അടയാളം, ക ഇണ്ണ ഈ അടയാളം അങ്ങനെയല്ല സ്റ്റോർ ചെയ്യുന്നത്. ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്യുന്നത് അർത്ഥത്തിൻ്റെ ബേസിലാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ അർത്ഥമാണ് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സ് അർത്ഥമുള്ളതാണോ എന്ന് പരിശോധന ചെയ്ത് നമ്മുടെ മനസ്സിനത് സ്റ്റോർ ചെയ്യണം, മൈൻഡിനകത്ത്. ഇവിടെ അതുപോലെ തന്നെയാണ്, നമ്മളത് മനുഷ്യരായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ തൈലം ഒഴിച്ചപ്പോൾ പലരുടെയും ചിന്ത ഇതായിരുന്നു, ഇതെന്ത് അർത്ഥമുണ്ടാക്കുന്നു? ഇത് അർത്ഥവത്തായ കാര്യമാണോ? ഇത് എന്ത് കാര്യം ഇവിടെ കാണിക്കുന്നത്? ഒരിടത്ത് നടക്കാത്ത കാര്യം, ഒരാവശ്യമില്ലാത്ത കാര്യം, വെറുതെ അത് യേശുവിൻ്റെ ശരീരത്തിലൂടെ പോകുന്നു, അത് താഴെ കൂടെ ഒഴുകി പോകുന്നു. നാളെ യേശു സോപ്പ് വെച്ച് കുളിക്കുമ്പോൾ അതെല്ലാം അങ്ങ് പോവുകയും ചെയ്യും, ഇതിൻ്റെ ഉപയോഗം പോയി. അർത്ഥവത്തമില്ലാത്ത കാര്യം. നമ്മൾ ദൈവത്തിനായി ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്കായിരിക്കത്തില്ല, പലർക്കും അർത്ഥവത്തല്ലാത്തതായിട്ട് തോന്നാറുണ്ട്. നമ്മളിന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തുകൊണ്ട് അകലത്തിലിരിക്കുന്നത് പലർക്കും ഒരു അർത്ഥവത്തല്ലാത്തൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് പലർക്കും ഒരു അർത്ഥവത്തല്ലാത്ത കാര്യം തോന്നുന്നുണ്ട്. പലരും പറയുന്നുണ്ടായിരിക്കാം, മതത്തിൻ്റെ പേര് പറഞ്ഞ്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ചുമ്മാ മനുഷ്യരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. പലർക്കും അർത്ഥവത്തല്ലാതെ തോന്നും. നമ്മൾ ബൈബിൾ വായിക്കുന്നത് അർത്ഥവത്തല്ലാതെന്ന് പലർക്കും തോന്നും. നമ്മൾ ഈ ഉച്ചത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ അർത്ഥവത്തല്ലാതെ തോന്നും. പക്ഷെ നമുക്കല്ലേ അറിയാവൂ, നമ്മൾ ഈ കൈയും പൊക്കി നമ്മൾ ഈ യേശു 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 എന്ന് കിടന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട്. ഞങ്ങൾക്ക് കഴിയാത്ത ചെയ്യുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമേ, ഇന്ന് ലോകത്തിൻ്റെ ഭാരം ദൈവമക്കളായ ഞങ്ങളുടെ ഓരോരുത്തരും ചുമലിൽ വെച്ചിരിക്കുമ്പോൾ
ഇന്ന് ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ച് കർത്താവ് ഇന്ന് ഞങ്ങൾ കരമുയർത്തി സ്വർഗത്തിലെ പിതാവിനെ വിളിക്കുമ്പോൾ ഇന്ന് ദൈവം ഈ ഭാരം എടുത്തു കളയുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ എന്നാണെന്ന് ലോകം മനസ്സിലാക്കത്തില്ല. ലോകം മനസ്സിലാക്കാതെ നമ്മെ ഒരുത്തിനും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്തിനാ? നമ്മുടെ സുഹൃത്തുക്കൾക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാൻ, നമുക്ക് ചുറ്റുപാടുമുള്ള രോഗികൾക്ക് യേശുവിൻ്റെ സ്നേഹം ഒന്ന് പകർന്നു നൽകുവാൻ, ലോകത്തിന് സമാധാനം ഉണ്ടാക്കി കൊടുക്കുവാൻ, സന്തോഷം ഉണ്ടാക്കി കൊടുക്കുവാൻ, സത്യദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, സുവിശേഷം അറിയിക്കുവാൻ നമ്മെ ഓരോരുത്തരും ഇന്ന് ദൈവമക്കളെന്ന് പറഞ്ഞ് ലേബലിൽ ഇന്ന് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ലോകം നോക്കുമ്പോൾ അർത്ഥമില്ല. ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. ഒരു സെൻസ് ഇല്ലാത്ത കാര്യം. പിന്നെ പലപ്പോഴും നമ്മുടെ തന്നെ ഉള്ളിലുണ്ടായിരുന്നു ഇവരെന്താ ഈ ഒച്ചത്തിൽ കിടന്ന് കൈയടിക്കുന്നു, ചാടുന്നു, ഭയങ്കര ഒച്ചത്തിലൊക്കെ വിളിക്കും, പാട്ടിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ തുള്ളും, ലൈറ്റ് മിന്നിക്കുന്നു എന്നൊക്കെ പല ചിന്തകൾ അർത്ഥവത്തല്ലാത്തൊന്നും. പക്ഷേ നമുക്കേ അറിയാത്തുള്ളൂ. ദൈവമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്നവർക്കറിയാം, ദൈവമായിട്ട് കണക്ഷൻ ഉള്ളവർക്കറിയാം ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്നത്. ഇവിടെ ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല ഈ സ്ത്രീ എന്തുദ്ദേശമാണ് അവിടെ ചെയ്തത്, എന്തുദ്ദേശം ചെയ്തു. ശിഷ്യന്മാർക്ക് തെളിയാത്ത പലതും ഇന്ന് എനിക്ക് പറയാൻ പറ്റും ഈ സ്ത്രീയുടെ ഉള്ളിൽ വെളിപ്പെട്ടു. കാരണം അവൾ പാപിയായിരുന്നിട്ടും, നമുക്കതിലേക്ക് വരാം, എങ്കിലും ഞാൻ എന്തായാലും എൻ്റെ വായിന്ന് വീണുപോയി, എന്തായാലും പറയാൻ പോവാം. പാപിയായിരുന്നിട്ടും അവളുടെ ഉള്ളിൽ ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അവൾക്ക് പരീക്ഷന്മാരെ പോലെയും ശാസ്ത്രിമാരെ പോലെയും യേശുവിൻ്റെ കൂടെ 24 മണിക്കൂർ നടക്കുന്നവരുടെ പോലെ വലിയ പറയാനായിട്ടൊന്നും ഇല്ലെങ്കിലും അവൾക്കൊരു റിയൽ കണക്ഷൻ ദൈവമായിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് അതൊരു അർത്ഥവത്തായ കാര്യമായിട്ട് തോന്നി. ഇന്ന് നമുക്കിതൊക്കെ കേൾക്കുമ്പോഴും ഇതുവരെ അർത്ഥവത്തല്ലാത്തത് തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ ഈ അലറിക്കടന്ന് പറയുന്നു, അവളെ എണ്ണയെക്കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ അർത്ഥവത്തല്ല. പക്ഷേ നമ്മൾ ആധികാരികമായിട്ട് നോക്കുമ്പോൾ ബിബ്ലിക്കൽ സ്കോളേഴ്സും പറയുന്നത് ഇപ്രകാരമാണ്: ഈ കലശത്തിലെ അന്ന് അവൾ കൊണ്ടുവന്ന ഈ പെർഫ്യൂമിന് വർഷങ്ങളുടെ അവളുടെ അധ്വാനത്തിൻ്റെ ഫലമായിരുന്നു എന്ന്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ജനുവരി മാസം 1-ാം തീയതി കിട്ടിയ 10,000 രൂപ സാലറിയിൽ 1000 രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന പെർഫ്യൂം അല്ല, വർഷങ്ങളുടെ അധ്വാനമുണ്ടായിരുന്നു. അവളുടെ ആകെപ്പാടെയുള്ള സമ്പാദ്യമായിരുന്നു അത്. മാത്രമല്ല മറ്റു ചിലരൊക്കെ പറയുന്നുണ്ട്, ഹിസ്റ്ററിക്കലായിട്ട് ചരിത്രപരമായിട്ട് പറയുന്നുണ്ട്, പണ്ട് കാലത്ത് ഈ യഹൂദന്മാരുടെ ഇടയിൽ ഒരു ആചാരമുണ്ടായിരുന്നു. അതായത് ഈ സ്ത്രീകളെ വിവാഹം കഴിച്ചു വിടുമ്പോൾ ഇന്നില്ല, പണ്ടൊക്കെ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് ആരെയും കൊടുക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ആഗ്രഹം അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നാണ്, പിന്നെ നിങ്ങളുടെ മനസ്സിൽ പറയുന്നത് പോലെ, എങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ, അന്ന് കാലത്ത് ഈ സ്ത്രീധനം പോലെയൊക്കെ ഇവർ ഈ പെർഫ്യൂം ആണ് കൊടുക്കുന്നത്. ആ സ്ത്രീയുടെ, അതായത് വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീയുടെ കുടുംബത്തിൻ്റേതായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ എത്രത്തോളം വലുതാണോ അത്രത്തോളം വലിയ വെങ്കൽ ഭരണി നിറച്ച്, അത്രത്തോളം വലിയ വെങ്കൽ ഭരണി നിറച്ചുള്ള പെർഫ്യൂം ആയിരിക്കും കൊടുത്തു വിടുന്നത്. ഇനി ഒരു പക്ഷേ ആ സ്ത്രീ അത്ര പണക്കാരിയൊന്നുമല്ല, അല്പം പാവപ്പെട്ടതാണെങ്കിൽ ചെറിയ വെങ്കൽ ഭരണിയായിരിക്കാം, അതിനകത്ത് അല്പം പെർഫ്യൂമേ കാണത്തുള്ളൂ. അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഒരു കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞ്, മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണമായിരിക്കും അല്ലേ. അവർക്ക് സ്വർണം, അവർക്ക് ഒന്നുമില്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കുന്നില്ലെങ്കിൽ മക്കൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഇത്ര പവൻ്റെ സ്വർണ്ണമായിട്ട് കല്യാണം കഴിക്കണം, ഇത്ര ലക്ഷം രൂപയുടെ ഫ്രോക്ക് ഇട്ട് എനിക്ക് പള്ളിയിൽ പോയി നിന്ന് വിവാഹം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ കുഞ്ഞിലെ പറഞ്ഞതൊക്കെ മനസ്സിൽ കൊത്തി എഴുതിക്കൊണ്ട് നടക്കുന്ന പാരൻസിനൊക്കെ അതൊരു ഭാരം തന്നെയാണ് അല്ലേ. കല്യാണം എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദൗത്യമായിട്ട്, നമ്മൾ ഇസ്ഹാക്കിൻ്റെ കല്യാണം നോക്കുമ്പോൾ തന്നെ അബ്രഹാം അതൊരു വലിയ ദൗത്യമായിട്ടാണ് എലയാസറിൻ്റെ കയ്യിലേക്ക് അത് കൊടുത്തത് അല്ലേ. വിവാഹം എന്ന് പറയുന്നത്, വിവാഹത്തിൻ്റെ ചെലവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ സ്ത്രീയുടെ കയ്യിലുള്ള ഈ വെങ്കൽ ഭരണി എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിലപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സ്ത്രീയും എനിക്ക് തോന്നുന്നില്ല കൊടുക്കുമായിരിക്കാം, പക്ഷേ 90% സ്ത്രീകളും അവരുടെ ഉൽപ്പടി വിൽക്കാനായിട്ട് സമ്മതിക്കത്തില്ല. കൂടി പോയി പണയം വയ്ക്കും, വിൽക്കാൻ സമ്മതിക്കത്തില്ല. ഇവിടെ അതുമല്ല, വിൽക്കുമ്പോൾ പൈസയെങ്കിലും കിട്ടും. ഇവിടെ ഈ സ്ത്രീ ചെയ്യുന്നത് അതുമല്ല, അവൾ വെറുതെ ഒഴുക്കി കളഞ്ഞു. ഇത് കണ്ടപ്പോൾ ആർക്കും ഒരു സെൻസ് തോന്നിയില്ല, ആർക്കും ഒരു അർത്ഥമായിട്ട് തോന്നിയില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, പുറത്തുനിന്ന് കാഴ്ചക്കാരായി നിൽക്കുന്നവർക്ക് അത് വെറും അർത്ഥവത്തല്ലാത്തൊരു കാര്യമായി തോന്നും. പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ഒരു ശതാധിപൻ വന്നു. അവൻ്റെ ഒരു വേലക്കാരൻ സുഖമില്ലാതെ കടന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞില്ല, ഞാനിതാ ഫ്ലൈറ്റും പിടിച്ച് അടുത്ത ടിക്കറ്റിൽ ഇപ്പോൾ നിൻ്റെ വീട്ടിലേക്ക് വരാം, നമുക്കവിടെ ഒരു ഫ്ലെക്സും ഒക്കെ കെട്ടി നമുക്കൊരു ആരാധന നടത്താമെന്ന് യേശു പറഞ്ഞില്ല. ആ ഒരു ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരിടത്ത് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും, എല്ലാവരും പറയുന്ന കാര്യം ചെയ്യും, എനിക്ക് വേണമെങ്കിൽ രോഗിയെ ഇങ്ങ് കൊണ്ടെത്തിക്കാമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലെ വിശ്വാസം എന്നത്, അങ്ങ് എൻ്റെ വീട്ടിൽ എൻ്റെ പുരയ്ക്കകത്ത് കയറാൻ യോഗ്യനല്ല ഞാൻ,
പക്ഷെ ഇന്ന് അങ്ങ് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകുമെന്നൊന്ന് കൽപ്പിച്ചാൽ മതി, എൻ്റെ വീട്ടിൽ സുഖമാകും എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞില്ല ഇത് ഞങ്ങളുടെ ന്യായപ്രമാണം തെറ്റിക്കുന്ന കാര്യമാണ്, ഇത് തെറ്റായിട്ടുള്ള കാര്യം, ഇത് നടക്കത്തില്ല, ഇത് ശരിയല്ല, യൂട്യൂബിനകത്ത് ലൈവ് എന്ന് പറഞ്ഞ് വരുന്നത്, ഓൺലൈൻ ചർച്ച ശരിയല്ല എന്ന് പറയും. പക്ഷേ യേശു അങ്ങനെയല്ല പറഞ്ഞത്. യേശു പറഞ്ഞത് നിന്റെ വിശ്വാസം വലുത്, നീ തിരിച്ചു പോകുമ്പോൾ നിന്റെ ബാല്യക്കാരൻ സൗഖ്യമായിരിക്കും നിനക്ക് കാണുവാനേ കഴിയും. ഇന്ന് ദൈവത്തിൻ്റെ വചനം ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പറയുന്നെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവിടെ ബാല്യക്കാരൻ മരിക്കാൻ കിടന്നാലും ഇനി മരിച്ചു പോയാൽ ലാസറായാലും ഉയർക്കുമേ എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഹല്ലേലൂയ. അർത്ഥമല്ലാതെ തോന്നും, അർത്ഥവത്തല്ലാതെ തോന്നും, അർത്ഥവത്തല്ലാതെ തോന്നും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കാര്യം, യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പോലും അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇവക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം യേശുവിൻ്റെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ്, യേശു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനേ കഴിയും. എന്താ പറഞ്ഞത് അവിടെ? എൻ്റെ കല്ലറയിലെ അടക്കത്തിനായിട്ടുള്ള പെർഫ്യൂമായി ഇവളിത് കൊണ്ടുവന്ന് തേച്ചത്. നിങ്ങൾക്ക് മനസ്സിലാക്കി എനിക്കറിയാം. ഹല്ലേലൂയ. അത് യേശുവിൻ്റെ കൂടെ സ്വന്തമായിട്ട് പറഞ്ഞ, യേശു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, യേശുവിൻ്റെ മാർവിൽ എപ്പോഴും തലചാരിച്ച് വെക്കുന്ന എന്ന് സ്വയമായിട്ട് പറഞ്ഞ യോഹന്നാൻ അറിഞ്ഞില്ല യേശുവിൻ്റെ മരണം അടുത്തു, യേശുവിന് പെർഫ്യൂമിൻ്റെ ആവശ്യം വരുമെന്ന്, യേശുവിനെ പുതപ്പിക്കേണ്ട ആവശ്യം വരുമെന്ന് യോഹന്നാൻ അറിഞ്ഞില്ല. ഇനി എവിടെയും ഗുണ്ട പോലെ ബോഡി ഗാർഡ് പോലെ കൂടെ നടക്കുന്ന പത്രോസും അറിഞ്ഞില്ല യേശുവിൻ്റെ മരണം അടുത്തു എന്ന്. ഇനി പോട്ടെ, 12 പേര് പറഞ്ഞില്ല, 70 പേര് പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. യേശുവിൻ്റെ കൂടെ ഒരിക്കൽ പോലും, എനിക്കൊന്ന് നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഇവൾക്കത് മനസ്സിലാക്കുവാനേ കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? അപ്പോൾ അടുത്തല്ലെങ്കിലും, യേശു പ്രസംഗിച്ച സിനഗോഗിനകത്ത് വന്നില്ലെങ്കിലും, യേശു പ്രസംഗിച്ച മലയിൽ വന്നിരുന്നില്ലെങ്കിലും, അവൾ വിദൂരത്തിലിരുന്നപ്പോഴും അവളുടെ ഉള്ളിൽ ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് അവിടെ ഒരു ബന്ധം സ്ഥാപിച്ചു. അവൾക്ക് യേശുവിനെ കുറിച്ച് സമൂഹത്തിന് അർത്ഥവത്തല്ലാതെ തോന്നുന്ന ചില കാര്യങ്ങൾ ഇവൾക്ക് അർത്ഥമായിട്ട് മനസ്സിലാക്കുവാനേ കഴിഞ്ഞു. ഹല്ലേലൂയ. മനസ്സിലായോ? ആക്ച്വലി അവിടെ ഈ സ്ത്രീ ഈ പെർഫ്യൂം കൊണ്ട് തേക്കുന്നത് കാരണം ഹോശാന കഴിഞ്ഞു. ഹോശാന വേണമെങ്കിൽ നോക്കുമ്പോൾ ജനങ്ങൾ അവിടെ ഓല കൊണ്ട് ഓടുന്നു, ഓല എടുത്തുകൊണ്ട് ഓടുന്നു, മരച്ചില്ല എടുത്തുകൊണ്ട് ഓടുന്നു, കഷ്ടപ്പെട്ട് വിവാഹത്തിന് വാങ്ങിച്ചു കൊടുത്ത് നല്ല നല്ല തുണികൾ എടുത്തുകൊണ്ട് ഓടുന്നു. ഇത് എവിടെ ഓടുന്നു എന്ന് ചോദിച്ചപ്പോൾ പിന്നെ യേശു വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേ കൊണ്ട് വിരിച്ചിടാൻ പോവാം. ഹോശാന കഴിഞ്ഞു, പക്ഷെ അന്നും അവിടെ മനസ്സിലാക്കുന്നില്ല. അതും ഒരു അർത്ഥവത്തല്ലാത്തതെന്ന് കണ്ടെന്ന് പറഞ്ഞു. പരീക്ഷമാർ ഇത് എന്ത് പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്? ഇവിടെ എന്ത് കോലാഹലം, സമാധാനം ഉണ്ടാക്കാനേ ദൈവം പഠിപ്പിച്ചുള്ളൂ. പിന്നെ ഇവിടെ എന്ത് ഭയങ്കര ബഹളവും ഒച്ചപ്പാടും, ഇവിടെ വലിയ ലൈനറേയും ബോക്സുകളും കാര്യങ്ങളൊക്കെ വെച്ച് എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇവരർത്തില്ലെങ്കിൽ ഇവിടെ കല്ലുകളാർക്കും, അതുകൊണ്ട് ദയവായി ഒന്ന് ക്ഷമിച്ചിരിക്കണം. നിങ്ങൾക്ക് അർത്ഥവത്തല്ലാതെ തോന്നും, കാരണം നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധമില്ല. അത് ദൈവമായിട്ട് ബന്ധമുള്ളവർക്ക് അർത്ഥവത്തായിട്ട് ഉള്ളതിനെ അർത്ഥമുള്ളതായിട്ട് തന്നെ മനസ്സിലാക്കുവാനേ കഴിയും. എനിക്ക് കേൾക്കുന്ന ദൈവമക്കളെ, ആ ഹോശാന ഞായർ എല്ലാവരും ഹോശാന, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി, ആരാധന എന്ന് വിളിച്ചപ്പോഴും അവിടെ ശിഷ്യന്മാർ മനസ്സിലാക്കിയില്ല ഇത് ഇവനെ ക്രൂശിക്ക എന്നൊരു വിളിയിലേക്ക് പോകുന്ന പരിപാടിയാണെന്ന്. ആരും അറിഞ്ഞില്ല. പക്ഷെ യേശു അറിഞ്ഞു, ഈ സ്ത്രീ അറിഞ്ഞു. മരണം അടുത്തു, പോകേണ്ട സമയം അടുത്തു. ആരും അറിയത്തില്ല. നമ്മൾ ഈ നാളുകൾ ചെയ്യുന്ന, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്ന നമ്മുടെ സാക്ഷ്യ ശുശ്രൂഷയായിരിക്കാം, നമ്മൾ കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കാം. എനിക്കൊന്നും കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ ഈസിയല്ല. ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോഴായാലും 0യുടെ എണ്ണം നമ്മളൊന്ന് എണ്ണിയിട്ടേ കൊടുക്കത്തുള്ളൂ, അല്ലേ? ഗിഫ്റ്റ് വാങ്ങാൻ പോകുമ്പോൾ, ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ അവിടുത്തെ ആൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ 0 എണ്ണാതെ ആരെയും കൊടുക്കുമോ? ഇല്ല. എല്ലാവരും 0 എണ്ണം. 0 ഇല്ലെങ്കിൽ എത്ര അക്ക ഉണ്ടെന്നെങ്കിലും നോക്കും. ആരൊക്കെ പറയും ഇപ്പം 0യുടെ പരിപാടിയൊക്കെ തരുന്നു, ഇപ്പോൾ 999.99 പൈസ എന്നാണ് ഇപ്പോൾ ഇറങ്ങുന്നത്, 99% എന്നൊക്കെ പറയുന്നത് പോലെ. അതുകൊണ്ട് 0 കാണുന്നില്ല, അങ്ങനെയല്ല, അക്കമെങ്കിലും നോക്കത്തില്ലേ? അതല്പം പാടാണ്. ഇതിൽ ഒരു 5 അക്കമുള്ള ഒരു സമ്മാനം കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ മഹാന്മാരാണ്. അത് പാടാം. ഇവിടെ ഈ സ്ത്രീ ചെയ്തത്
പാടുള്ള കാര്യമായിരുന്നു. പാടുള്ള കാര്യം തന്നെയായിരുന്നു. ഈ പാടുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധി നമ്മളോട് ചോദിക്കും, നമ്മുടെ എക്സ്പീരിയൻസുകൾ നമ്മളോട് ചോദിക്കും, ഇത് വേണോ, ഇത്രയൊക്കെ കൊടുക്കണം, കഷ്ടപ്പെട്ട് ആദ്യം ജോലി ചെയ്ത് നമ്മളാണ് പഠിച്ചത്, ദൈവമല്ലല്ലോ നമുക്കായിട്ട് പഠിച്ചത്, നമ്മളല്ലേ പഠിച്ചത്, നമ്മളാണ് എൻട്രൻസ് എക്സാം എഴുതിയത്, നമുക്കാണ് ജോലി കിട്ടിയത്, നമ്മളാണ് ജോലി ചെയ്തത്, നമ്മൾ അധ്വാനിച്ച് നമ്മളാണ് കൈകൊണ്ട് വാങ്ങിച്ചത് അക്കൗണ്ട്സിൽ നിന്ന് സാലറി, പിന്നെ എന്തിനാ ഈ സാലറി ദൈവത്തിന് കൊടുക്കണം? നമ്മുടെ ബുദ്ധി നമ്മളോട് ചോദിക്കും, ഇതിലെന്തർത്ഥമാണ് ഇരിക്കുന്നത്? കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് അധ്വാനിക്കുന്നവന് ഭാഗ്യം, നമ്മുടെ വേർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ തിന്നുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നു, നമ്മൾ കുടിക്കുമെന്നല്ലേ പറയുന്നത്, പിന്നെ എന്തിനാ ദൈവത്തിന് കൊടുക്കണം? ദൈവത്തിന് എന്തിനാ ഇതിൻ്റെ ആവശ്യം? നമ്മുടെ ഹൃദയം ചോദിക്കും, ഹൃദയമല്ല നമ്മുടെ ബുദ്ധി ചോദിക്കും. ഇതിൽ ചോദിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇനി ദൈവത്തിനല്ല, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ അറിഞ്ഞില്ല വരുന്നത്, അന്ന് സ്പെഷ്യലായിട്ട് വീട്ടിലെല്ലാവർക്കും കൂടെ 2 പ്ലേറ്റ് ബീഫ് വാങ്ങിച്ചു. ഇപ്പോൾ കിട്ടാറുണ്ടോ എന്ന് അറിയത്തില്ല, ക്ഷമിക്കണം. 2 പ്ലേറ്റ് ബീഫ് വാങ്ങിച്ചു. 2 പ്ലേറ്റ് ബീഫ് വാങ്ങിച്ചപ്പോഴാണ് ഒരാളിങ്ങ് കയറി വരുന്നു. അപ്പോൾ അയാൾ ചോദിക്കാം, എന്താ കഴിക്കാൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പൊതി തുറന്നിട്ട് അതിൽ എത്ര കഷ്ണമാണെന്ന് നോക്കിയിട്ട് കഷ്ണമൊക്കെ അങ്ങ് മാറ്റിയിട്ട് നമ്മൾ അരപ്പ് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാനൊരു മടിയല്ലേ, അല്ലേ? ബുദ്ധിമുട്ട്, കൊടുക്കാൻ ബുദ്ധിമുട്ട്. പക്ഷേ ബുദ്ധിമുട്ടുന്ന നമ്മുടെ ബുദ്ധി പറയുന്ന കാര്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിലതൊക്കെ അർത്ഥമുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ദൈവത്തിനായിട്ടൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ ദൈവം ചെയ്യേണ്ട രീതിയിൽ നമ്മൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതിൻ്റെ എൻ്റെ വളരെ ഒരു അനുഗ്രഹം തന്നെയായിരിക്കും. ഇനി നമുക്ക് പോകാം. ഇത് ആരാണെന്നൊന്നും അറിയാമല്ലോ, ഈ സ്ത്രീ. അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ സ്ത്രീകൾക്ക്, അത് ബൈബിളിൻ്റെ തെറ്റല്ല, അന്നത്തെ കാലത്ത് അവിടുത്തെ സമൂഹം സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് അവിടെ സ്ത്രീയുടെ പേര് എഴുതിയിട്ടില്ല, സ്ത്രീയെക്കുറിച്ച് വലുതായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഇത് ആരെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം, അതിലേക്ക് പോവാം. യോഹന്നാൻ അവിടുത്തെ സിറ്റുവേഷനെ പേടിച്ചിട്ടല്ല, സിറ്റുവേഷനൊന്നും പേടിക്കാതെ എഴുതിയൊരു വ്യക്തിയാണ്. പക്ഷെ ബാക്കി എല്ലാ ബുക്കിലും ഉണ്ട്. പക്ഷെ നമ്മൾ ബാക്കിയൊക്കെ നോക്കുമ്പോൾ അവിടെ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ പേടിച്ച് എഴുതിയത്. കാരണം അവർക്ക് പിന്നെ ജീവന് നിലനിൽപ്പ് ഉണ്ടാകത്തില്ല. പക്ഷേ യോഹന്നാൻ വകവയ്ക്കാതെ എഴുതിയൊരു വ്യക്തിയാണ്. നമ്മളത് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അതാരാണെന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയും. 12:3 അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലം ഒരു റാന്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ നിവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ ഇവിടെ, അത് മറ്റാരുമല്ല, നമുക്കൊരു ലാസറിനെ അറിയാം. ലാസർ മരിച്ചുപോയി, അല്ലേ? ലാസർ മരിച്ചപ്പോൾ യേശു പറഞ്ഞു, ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ലാസർ മരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ അവിടെ ഇല്ലായിരുന്നതിൽ. അപ്രകാരമുള്ള ഭവനത്തിൽ ലാസർ ഉയർത്തെഴുന്നേറ്റ് വീട്ടിൽ വീണ്ടും മറിയ എന്നൊരു വ്യക്തി, മറ്റൊരു കഥാപാത്രം അവിടെയുണ്ട്. അവളാണ് ഈ ആകെ ഉണ്ടായിരുന്ന ഈ സമ്പാദ്യം കൊണ്ട് യേശുവിൻ്റെ പുറത്ത് അങ്ങ് ഒഴിച്ച് അതിനങ്ങ് തീർത്ത് വേസ്റ്റാക്കിയത്. നമ്മുടെ ശിഷ്യന്മാരുടെ ഭാഷ പറഞ്ഞ വെറും ചിലവാക്കി കളഞ്ഞത്. വീണ്ടും അവിടെ എഴുതിയിരിക്കുന്ന തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ആ വീട് മുഴുവൻ ഈ തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. ഇന്ന് നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ, ആ ശീലം നല്ലതായിരിക്കും, നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ 6 സെൻസ് കൊണ്ടും വായിക്കാൻ പറ്റണം. കണ്ണുകൊണ്ട് മാത്രമല്ല, നാവ് കൊണ്ട് മാത്രമല്ല, ചെവി കൊണ്ടും മൂക്ക് കൊണ്ടും സ്കിൻ കൊണ്ടും എല്ലാ സെൻസും അനുഭവിച്ചുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, യേശുവും ശിഷ്യന്മാരൊക്കെ അവിടെ പന്തിയിലിരിക്കുക. എനിക്കൊന്ന് മട്ടൺ 65ഉം ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ട്. നല്ല മണം, അതിൻ്റെ നല്ല മണം അവിടെ അടിക്കുന്നുണ്ട്. അതിനെ ഒന്ന് ആസ്വദിച്ച് പത്രോസ് ഒരു ഏമ്പക്കമൊക്കെ വിട്ട് ഇരുന്നങ്ങ് കഴിക്കുവാനായിട്ട് അങ്ങ് കഴിച്ച് വീണ്ടും സെക്കൻഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വ്യത്യസ്തമായൊരു സ്മെല്ല്, ഒരു വിയേർഡായിട്ടുള്ള, ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ സ്മെല്ലുണ്ടായി. അതാണ് ഇവിടെ സംഭവിച്ചത്, അവിടെ ഒഴിച്ചത്. എനിക്കൊന്ന് എല്ലാവർക്കും ഒരു അലക്ഷ്യത ഉണ്ടാക്കി. ആസ്വദിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കുണ്ട് ആ മണത്തിനെ അങ്ങ് ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ മീൻ മണപ്പിച്ച് കഴിക്കുന്ന പലരും ഉണ്ട്, അല്ലേ?
കരിവാട് വാങ്ങിച്ച് മണപ്പിച്ച് കഴിക്കുന്നവർ. എനിക്കൊന്ന് ശിഷ്യന്മാർ അതുപോലെ അന്ന് മണപ്പിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു മണം അവിടെ തൃപ്തിയെ നഷ്ടപ്പെടുത്തി. എനിക്കൊന്ന് അതൊക്കെ കൊണ്ടാണ് ഇവർ ചോദിച്ചത്, ഇതെന്താ വലിയ വേസ്റ്റ് ആയിപ്പോയല്ല. ആ എണ്ണ മാത്രമല്ല, ആ ചിക്കൻ്റെ ക്വാളിറ്റി തന്നെ അങ്ങ് വേസ്റ്റ് ആയിപ്പോയി. ആ മണം നഷ്ടപ്പെട്ട അതിൻ്റെ രുചി അറിയുന്നില്ല. വേസ്റ്റായിപ്പോയി. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് അർത്ഥമുള്ളവരായി, ലോകം നമ്മളോട് ചോദ്യം ചെയ്യുമ്പോഴും അർത്ഥവത്തല്ലാത്തതെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുമ്പോഴും നമുക്ക് അർത്ഥമുള്ളതൊന്നാണ് എന്ന് നമ്മുടെ ആത്മാവിനെ പഠിപ്പിച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് നമുക്ക് മുന്നേറാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഇനി ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയണം, അത് നിനക്ക് അർത്ഥമില്ലായിരിക്കാം, പക്ഷേ എനിക്കത് അർത്ഥമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ, എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ജോലിയുടെ മധ്യത്തിലും സുവിശേഷം പറയുക. പലർക്കും അതൊരു അസൗകര്യമായിട്ട് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ പറയണം, നിനക്ക് അർത്ഥമില്ലായിരിക്കും, പക്ഷേ അത് എനിക്ക് അർത്ഥമുണ്ട്. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മെ ദൈവം പണിയട്ടെ. നമ്മളാരും അങ്ങനെ വലിയ എന്താ പെർഫെക്റ്റ് അല്ല. യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ പെർഫെക്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ടല്ലേ അവർക്കൊരു അർത്ഥമല്ലായിരുന്നു തോന്നിയത്. പക്ഷെ ഇന്ന് നമുക്ക് അർത്ഥമുണ്ടാകണം. പെസഹയ്ക്ക് വേണ്ടി ഇസ്രായേലിൽ പണ്ട് നോക്കുമ്പോൾ ഒരു കുഞ്ഞാടിനെ അറുക്കണം. ദൈവം ഇപ്രകാരം പറഞ്ഞു, പെസഹയുടെ അന്ന്, പാസ് ഓവറിൻ്റെ അന്ന് ഏതൊക്കെ വീടിലാണോ, ഏതൊക്കെ കട്ടളയിലാണോ, ഏതൊക്കെ കുറുമ്പടിയിലാണോ ബേസിലും ഉയർന്നു നിൽക്കുന്നിടത്തും, താഴേക്കിടയിലെ ജീവിത സാഹചര്യത്തിലും ഉയർന്നു നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും, ദരിദ്രർക്ക് മാത്രമല്ല, ഫേമസ് അല്ലാത്തവർക്ക് മാത്രമല്ല, ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മുദ്ര വലിയ സംഭവമായിട്ട്, വലിയ വിജയിച്ചവരായിട്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കറയായിട്ട് പൂശാൻ പറ്റുമെങ്കിൽ മാത്രം നിനക്ക് രക്ഷപ്പെടാം. ഞാൻ അവിടെ കൂടെ ആ വീട്ടിൽ സന്ദർശിക്കത്തില്ല, പണിഷ്മെൻറ്റുമായിട്ട് ഞാൻ വരത്തില്ല, ഞാൻ അവിടെ നിന്ന് പാസ് ഓവർ ചെയ്യും. നമ്മൾ ഫേമസ് ആയാലും ഉയർന്നവരായാലും താന്നവരായാലും ദൈവമക്കളെ രണ്ടിടത്തും പൂശിയേ പറ്റത്തുള്ളൂ. ഇത് ഒരു സൈഡിലുള്ളവർക്ക് മാത്രമുള്ളതല്ല. കുഞ്ഞാടിൻ്റെ രക്തം, ഈ കറ, കുഞ്ഞാടിൻ്റെ രക്തം പൂശുമ്പോൾ നമുക്ക് കറ പറ്റുന്നുണ്ടായിരിക്കും. കഷ്ടപ്പെട്ട് 1000 ലക്ഷം മുടക്കി ഏഷ്യൻ പെയിൻസും നിപ്പോണിൻ്റെ പെയിൻസൊക്കെ വാങ്ങിച്ച് അടച്ച് നല്ല ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുമ്പോഴായിരിക്കാം അടുത്ത ദിവസം പറയുക, രക്തം കൊണ്ട് പൂശേ. അപ്പോൾ പറയരുത്, ഞാൻ ഉയർന്നു നിൽക്കുന്ന വ്യക്തി, ഞാൻ ഇപ്പോൾ പെയിൻ്റ് അടിച്ചതേ ഉള്ളൂ, ഞാൻ ഇപ്പോൾ ഒന്ന് നല്ലൊരു വീടൊക്കെ വെച്ചുള്ളൂ, അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വല്ല ചെയ്യാല്ല. അത് രണ്ടുപേർത്തും ഈ രണ്ടിടത്തും തേച്ചേ പറ്റത്തുള്ളൂ. തേക്കേണ്ടത് രണ്ടിടത്തും. അത് നമ്മൾ താന്നതായാലും ഉയർന്നതായാലും, സമ്പത്തുള്ളവരായാലും ഇല്ലാത്തവരായാലും, ആരോഗ്യമുള്ളവരായാലും ആരോഗ്യമില്ലാത്തവരായാലും തേച്ചേ മതിയാകത്തുള്ള ദൈവമക്കളെ. അല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. ശിക്ഷ കടന്നു വരും. വളരെ ഈസിയല്ല. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇന്ന് രക്തം ഉണ്ടാക്കുവാനായിട്ട് നിനക്ക് ആടിനെ അറക്കാൻ പേടിയാണെങ്കിൽ പേടിക്കണ്ട. നിനക്ക് വേണ്ടി ഒരു പരമയാഗം ഓൾറെഡി അവിടെ കഴിഞ്ഞു. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ആ രക്തം നിനക്കൊന്ന് പൂശാൻ പറ്റുമോ? നിന്റെ ഭവനത്തിൻ്റെ മുദ്രയായിട്ട്, നിന്റെ ഹൃദയത്തിൻ്റെ മുദ്രയായിട്ടൊന്ന് മാറ്റുവാനേ പറ്റും. അത്രയേ ഉള്ളൂ. കൊല്ലണ്ട ആരെയും, ഒരു ആടിനെയും പിടിച്ച് കൊല്ലണ്ട. ഇനി നാളെ പോയിട്ട് ബലി നടത്തിയെന്ന് പറഞ്ഞാൽ ഇനി ന്യൂസിൽ വരുമ്പോൾ ഷാലോം ലേബി പറഞ്ഞെന്ന് പറഞ്ഞ് ന്യൂസൊന്നും ഉണ്ടാക്കരുത്. അല്ല, നമുക്ക് വേണ്ടി ഒരു പരമയാഗമായിട്ട് യേശു മാറിക്കഴിഞ്ഞു. ആ പെസഹയ്ക്ക് വേണ്ടി അന്ന് പണ്ട് ഒരാട് തൻ്റെ ജീവനെ കൊടുത്തതുപോലെ ഇവിടെ യേശുവും തൻ്റെ ജനത്തിനായിട്ട്, ഈ പെർഫ്യൂം ഒഴിച്ച അവളുടെ രക്ഷയ്ക്കായിട്ട്, ഈ ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, സീറോ നോക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അന്ന് യേശു പരമയാഗമായി മാറി. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് പറയാൻ പറ്റും, യഥാർത്ഥത്തിൽ സെൻസ് ഇല്ലാത്തൊരു കാര്യം, യഥാർത്ഥത്തിൽ അർത്ഥമില്ലാത്തൊരു കാര്യമുണ്ട്. ഈ പാപികളായ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ഫ്രീ ആയിട്ട് തൻ്റെ ഗ്രേസിലൂടെ, തൻ്റെ കൃപയിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം തരുമെന്ന് പറയുമ്പോൾ അതെനിക്കൊരർത്ഥമില്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അർത്ഥം തോന്നത്തില്ല.
പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്ക് പറയാൻ പറ്റും, ദൈവം നമുക്ക് തരുന്ന ഈ വലിയൊരു അവസരവും എനിക്കൊരു അർത്ഥമായിട്ട് തോന്നില്ല. അതാണ് റിയലായിട്ട് മീനിങ് ഇല്ലാത്ത കാര്യം. നമ്മുടെ വർക്ക്, നമ്മുടെ അധ്വാനം, നമ്മുടെ പ്രവൃത്തികൾ നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകാനൊന്നും, ആ സ്വർഗത്തിലെ ആ വലിയ രാജ്യം നമുക്കായിട്ട് തുറന്നു വരത്തില്ല. എത്രയും പ്രാവശ്യം തള്ളി പറഞ്ഞു, പത്രോസ് തള്ളി പറഞ്ഞു. എല്ലാ ശിഷ്യന്മാരും വള്ളയും മലവും എടുത്ത് തിരിച്ചു കടലിലേക്ക് പോയി. ബ്രേക്ക് ചെയ്ത് വന്ന് ദിശ മാറി വീണ്ടും ആ ദിശയിലേക്ക്, പ്രശ്നത്തിൻ്റെ ദിശയിലേക്ക് പോയി. എന്നിട്ടും അവരെയൊക്കെ ദൈവം പ്രയോജനപ്പെടുത്തിയില്ലേ? ഇന്ന് നമുക്ക് വിശ്വസിക്കാനും കഴിയും, അവർ സ്വർഗത്തിന് അവകാശികളാണ്. ഇന്ന് നമ്മളെയും വെറും ഒരു വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് സ്നാനപ്പെട്ട് ആത്മാവിലും ഒരു സ്നാനം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫ്രീ ആയിട്ട്. ഒരു വീട് വാങ്ങണമെങ്കിൽ അതിന് എന്ത് വേണം? പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നും വേണ്ട, കുറേ ദിവസം പുറകെ നടക്കണം സർക്കാരിൻ്റെ ഓഫീസിൽ. വെറുതെ കിട്ടത്തില്ല, വെറുതെ കിട്ടത്തില്ല. ഒരു രാജ്യത്തിൽ സിറ്റിസൺഷിപ്പ് ലഭിക്കണമെങ്കിലും അതിനും കുറേ പരിപാടികളുണ്ട്, ചെലവുണ്ട്, അല്പം പ്രയാസമുണ്ട്. പക്ഷേ ഇവിടെ കാണാൻ പറ്റാത്ത ഇത്രയും വലിയൊരു രാജ്യത്തിലേക്ക് ഒരു ഫ്രീ എൻട്രി എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ മീനിങ് അല്ല. അതിനു മുമ്പിൽ നമുക്ക് ദൈവത്തിന് കൊടുക്കേണ്ട കാര്യത്തിൽ മീനിങ് ഇല്ല എന്ന് പറയുന്നത് വളരെ തെറ്റല്ലേ? വളരെ തെറ്റല്ലേ? ഇന്ന് നമുക്കായിട്ട് ദൈവം മീനിങ് ഇല്ലാത്ത കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, യഥാർത്ഥത്തിൽ മീനിങ് ഇല്ലാത്ത കാര്യങ്ങൾ ദൈവം നമുക്കായിട്ട് തരുമ്പോൾ നമ്മൾ മീനിങ് ഇല്ലാതെ നിൽക്കുന്നത് അത് നല്ലത് തന്നെ, അതിലൊരു നഷ്ടമില്ല. ഇന്ന് നമ്മളിവിടെ മീനിങ് ഇല്ലാതെ നിൽക്കുമ്പോൾ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നിത്യജീവൻ എന്ന് പറയുന്ന ഒരു മീനിങ് ഇല്ലാത്ത ഒരു എഗ്രിമെൻറ്റിലേക്ക് ദൈവം നമ്മളെ കടക്കുമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ വകയില്ല, നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ മീനിങ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചേൽപ്പിക്കാം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ. മീനിങ് ഇല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവർ എന്ന് ലോകത്തിന് മുമ്പിൽ മുദ്ര എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് അപ്രകാരമാകാം, നമ്മുടെ ജീവിതത്തെ മാറ്റാം. നിന്ദകൾ വന്നോട്ടെ, പരിഹാസങ്ങൾ വന്നട്ടെ, പക്ഷേ ആ പരിഹാസങ്ങളുടെ മധ്യത്തിൽ മാനിക്കുന്ന ഒരു ലോകം, മാനിക്കുന്ന ഒരു രാജ്യം, മാനിക്കുന്ന ഒരു ദിവസം നമുക്കായിട്ടുണ്ട് എന്ന പ്രത്യാശയോടെ നമുക്കായിരിക്കാം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ലവനായ ദൈവമേ, നീ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ദൈവജനത്തോടൊപ്പം അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ലോകത്തിന് മുൻപിൽ, കാഴ്ചക്കാരുടെ മുൻപിൽ, സ്പെക്ടേറ്റേഴ്സിന് മുൻപിൽ മീനിങ് ലെസ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ദൈവത്തിന് മുൻപിൽ മീനിങ് ഉള്ളതായിട്ടാണ്, മീനിങ് ഉള്ള കാര്യങ്ങളാണ് എന്നൊരു തിരിച്ചറിവ്. മീനിങ് ഇല്ലാത്ത അവസരം, മീനിങ് ഇല്ലാത്ത വാഗ്ദത്തം നൽകി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. ദൈവം ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ ഇപ്രകാരമുള്ളൊരു മാറ്റം, ചിന്തയിലുള്ള മാറ്റം, ബുദ്ധിയുടെ ചോദ്യങ്ങളിലുള്ള മാറ്റം, ബുദ്ധിയിൽ ഉളവാകുന്ന സംശയങ്ങളിലുണ്ടാകുന്ന മാറ്റം ദൈവമായ കർത്താവ് കൊടുത്ത് നൽകി അനുഗ്രഹിച്ച് ഒരു നല്ല പ്യുവറായിട്ടുള്ള വിശുദ്ധിയുള്ള ഒരു ബുദ്ധിമണ്ഡലത്തെ, ഒരു ഹൃദയത്തെ ദൈവം ഞങ്ങൾക്കായി തരുന്ന കൃപകൾക്ക് നന്ദി കർത്താവ്. പിശുക്കില്ലാതെ, മടിയില്ലാതെ, കരമുയർത്തിയെങ്കിൽ, ചാടിയെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തും. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ശക്തീകരിക്കുന്ന കൃപകൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയുടെ കൃപയ്ക്കാൻ നന്ദി കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ ശാലോം മന്നയുടെ മെസ്സേജ് നിങ്ങൾക്ക് ഈ വൈകിയ സമയത്തിലും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ മെസ്സേജിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ച ഒരു കാര്യമാണ്, ലോക മനുഷ്യർ പലതും മീനിങ് ലെസ് ആയിട്ട് കരുതുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവവുമായിട്ട് അഭേദ്യമായി ബന്ധം പുലർത്തുന്ന പലരും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതായത് ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി ചിലവിടുന്ന ഓരോ കാര്യങ്ങളും മീനിങ് ഫുള്ളായിട്ട് മാറുന്നുണ്ട്. ഈ സന്ദേശത്തിലൂടെ നമുക്കെല്ലാവർക്കും അറിയുവാനും അതിൽ നിന്ന് ചികഞ്ഞെടുക്കുവാൻ സാധിച്ചതും അത് തന്നെയാണ്. പലരും ദൈവമക്കളാണ്, പക്ഷേ നമ്മളിവിടെ പറഞ്ഞ ഈ പോയിന്റ് എനിക്കൊന്ന് എല്ലാവരിലും അതൊരു മാച്ച് ആകുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഒന്ന് അലൈനായി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താ, ദൈവത്തെ അറിയാത്തവർ, ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ദൈവത്തിനായി ചെയ്യുന്ന പ്രവൃത്തികൾ പലതും മീനിങ് ലെസ് ആയിട്ട് തോന്നും. നമ്മളിവിടെ പറഞ്ഞത് ദൈവത്തെ അറിഞ്ഞവർക്ക് മീനിങ് ഫുള്ളായിട്ട് തോന്നും. പക്ഷേ ഇന്ന് ദൈവത്തെ അറിഞ്ഞ, എനിക്ക് തോന്നുന്നു ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇപ്പോഴും മീനിങ് ലെസ് ആയിട്ട് തന്നെ പല കാര്യങ്ങളും ഹൃദയത്തിൽ കിടപ്പുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മെസ്സേജിലൂടെ പറയാനുള്ളത്, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനായി ചെയ്യുന്ന പ്രവൃത്തികൾ വീണ്ടും മീനിങ് ലെസ് ആയിട്ടല്ല. മീനിങ് ലെസ്സൊക്കെ പഴയത്, ഇനി മുതൽ
നമ്മൾ ദൈവത്തിനായി ചെയ്യുന്നതൊക്കെ മീനിങ് ഫുള്ളായിട്ട് എണ്ണുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കിട്ടേണ്ടതല്ല, നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ ഇന്ന് നമ്മളായിട്ട് തന്നെ ചെയ്യുക. ദൈവം നമ്മളെ ശക്തീകരിക്കാൻ കൂടെയുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കോൺഫിഡൻസും ശക്തിയും പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിന് ഒരു സംശയമില്ല. അടുത്ത ദിവസം രാത്രി 8 മണിക്ക് ഷാലോം മന്നയിലൂടെ നമുക്ക് വീണ്ടും ഒരുമിച്ച് ചേരാം. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.